വെൽക്കം ബാക്ക് ടു റിഷൂസ് ടോപ്പിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. കുറച്ച് ബിസി ആയിപ്പോയി. ഐ വാസ് റിയലി കോട്ടപ്പ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വ്ളോഗിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാനൊന്ന് ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. അപ്പോൾ ഞാനിതാ നൈറ്റിലേക്കുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ഉണ്ടാക്കുന്നുണ്ട്, സാൻഡ്വിച്ച് മസാല. ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ഉള്ളിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്തിട്ടാണ് ഉള്ളി കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഫുഡ് പ്രോസസ്സർ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. മാഷാ അല്ലാ. ഹോം മേക്കേഴ്സിനായിരിക്കട്ടെ അല്ലെങ്കിൽ വർക്കിംഗ് വിമൻ ആയിരിക്കട്ടെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വീടും വർക്കൊക്കെ മാനേജ് ചെയ്യാന്നുള്ളത്. അപ്പം ഇങ്ങനത്തൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് നമ്മൾ കിച്ചണിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പണിയൊക്കെ ഈസി ആയിട്ട് ഫിനിഷ് ആവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരുപാട് എങ്ങനെയാണ് ഞാൻ എൻ്റെ പണി ഈസി ആക്കൽ എന്നുള്ള ട്രിക്സ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോക്കി. പിന്നെ ബാച്ചിലേഴ്സ് ആയിരിക്കട്ടെ, ബാച്ചിലേഴ്സിന് എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് കുക്ക് ചെയ്യാനൊന്നും ഒരു ടൈം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തൊക്കെ ഐറ്റംസ് നമുക്ക് കിച്ചണിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ പണി ഈസി ആയിട്ട് കഴിയും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പണ്ടേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് എനിക്ക് അത്രയും അറിയാം. ആർക്കും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഫുഡ് പ്രോസസ്സർ. പക്ഷേ ഏത് ബ്രാൻഡ് വേണമെന്നുള്ളത് നിങ്ങളെ ചോയ്സ് ആട്ടോ. ഏത് ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോസസ്സർ വേണമെന്നില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രോണ്ടാണ്. ഞാൻ ട്രെൻഡോളിലൂടെ ആട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ട്രെൻഡോളിൽ തന്നെ കറാച്ചൻ്റെയും ഒരുപാട് ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോസസ്സേഴ്സ് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൽ ഒരുപാട് ടൂൾസ് വരുന്നുണ്ട് ഈ ബ്രോണ്ട് ഫുഡ് പ്രോസസ്സറിൽ. ഞാനത് ഫുള്ളായിട്ടൊന്നും ഡിസ്കവർ ചെയ്തിട്ടില്ല, കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫുഡ് പ്രോസസ്സറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ. ആ ഒരു ലിങ്കിൽ പല ബ്രാൻഡ്സിൻ്റെ ഫുഡ് പ്രോസസ്സേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ കറാച്ച, ടർക്കിഷ് ബ്രാൻഡായ കറാച്ചിൻ്റെ ഒക്കെ ഫുഡ് പ്രോസസ്സർ വരുന്നുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും പ്രോഡക്റ്റ് അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ബിരിയാണി വെക്കുന്നുണ്ട്, ഒരു സൈഡിൽ ചിക്കൻ മസാല ആക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കിയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫേവറേറ്റ് സാധനം കേട്ടോ. അപ്പോൾ ഇക്കാക്കായാലും എനിക്കായാലും മോനിക്കായാലും ഒക്കെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്ന് സാൻഡ്വിച്ച് മസാല ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഈ സാൻഡ്വിച്ച് മസാല ഉണ്ടാക്കിയതിനാൽ ഇക്കാക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇക്കാക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം സാൻഡ്വിച്ചസ് ആട്ടോ. നമ്മൾ ഈ നാടൻ ഫുഡിൻ്റെ ഒക്കെ കാട്ടിലും സാൻഡ്വിച്ചസ് ആക്കിയാൽ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി വെക്കും. ഒരു 2 ദിവസത്തേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ജിഞ്ചർ ഗാർലിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കൽ. കണ്ടാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടാവും. പിന്നെ ഇത് ക്യൂബ്സ് ആയിട്ട് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യലില്ല. ഒരു 1 വീക്കൊക്കെ വേണ്ടിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കും അതുപോലെ തന്നെ ചില്ലിയും ഞാനിങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് അത് സിലിക്കോണിൻ്റെ ഐസ് ട്രേ ആട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ അങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യല്. നമുക്ക് കുക്ക് ചെയ്യുമ്പം ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ജിഞ്ചർ ഗാർലിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഞാനത് ഫ്രീസറിലാട്ടോ കീപ്പ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെയാണ് അത് ഒരു ഫീൽ ചെയ്യൽ കേട്ടോ. അത് കളർ വരെ ചേഞ്ചസ് ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ ഇപ്പം കുറച്ചുകൂടെ പച്ചമുളക് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്സിക്കം, ഗ്രീന്, യെല്ലോ, റെഡ്, നിങ്ങളുടെ കയ്യിൽ എന്താണ് ക്യാപ്സിക്കം ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഏറ്റവും ചെറിയ ക്യാപ്സിക്കം കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് അത് മുറിച്ചിട്ട് ഇനി വേറെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഒറ്റ യൂസിൽ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ മസാലേൻ്റെ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടും, ടേസ്റ്റും കൂടും, പിന്നെ കുറച്ചുകൂടെ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കൂടും നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി മസാലയിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ജാറ് നിങ്ങളെ ശ്രദ്ധിച്ചെന്നൊന്നും അറിയില്ല. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കിച്ചണിലെ പുതിയ അപ്ഗ്രേഡ്. ഈ ജാറ് നല്ല ക്യൂട്ടുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 3 സൈസിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കിച്ചണിൽ ഷോ പീസായിട്ടൊക്കെ വെക്കാൻ എനിക്കിത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഹോം ബോക്സിൻ്റെ ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണി മസാലയിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ. അതൊരു ജസ്റ്റ് ഒരു ബാലൻസിങ്ങിനാണ്. കുറേ ആൾക്കാർ ഇതൊന്നും ചേർക്കാറില്ല, പക്ഷെ ചെറിയ രീതിയിൽ ഞാനത് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അത് കൂടിപ്പോയി കഴിഞ്ഞാലും ടേസ്റ്റിന് ബാധിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ തക്കാളി ആഡ് ചെയ്യാണ്.
അപ്പോൾ ഞാനിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോട്ട് നിങ്ങളെ മുമ്പ് എൻ്റെ വീഡിയോസിൽ കണ്ടിനോന്ന് അറിയില്ല. പിന്നെ കുക്കറാട്ടോ, കുക്കറിൻ്റെ പോട്ടാണത്. ഇനിയിപ്പോൾ ഞാനിത് മീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പിന്നെ കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിനെ കുറച്ചൊരു ഈസി വേസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. നമുക്ക് എപ്പോഴും ഹോം മെയ്ഡ് ഫുഡ് കഴിക്കാനും പറ്റും ഈസി ആയിട്ട്. ഇനിയിപ്പോൾ ഞാനിത് സ്റ്റീം ഫ്രീ മോഡലാണ് ഫസ്റ്റ് വെക്കുന്നത് ഈ കുക്കർ. അപ്പോൾ സ്റ്റീം അതിലൂടെ തന്നെ പ്രോപ്പറായിട്ട് പോകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാനത് മോഡ് 1 അല്ലെങ്കിൽ മോഡ് 2ലേക്ക് മാറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ സാൻഡ്വിച്ച് മസാലയിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് പിസ്സ പൗഡർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒറിഗാനോ ഇടുമ്പോഴേക്ക് കുറച്ചധികം വീണുപോയി, അപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കെച്ചപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ്. ചിലപ്പോൾ ഡിന്നറിന് ഇപ്പം നമുക്ക് വേണമെങ്കിൽ രാവിലെ സാൻഡ്വിച്ചിൻ്റെ കൂടെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കുറച്ച് എടുക്കണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ രാത്രി പാസ്ത പോലെ ആക്കണമെങ്കിൽ ആക്കുക. അപ്പോൾ അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സമാധാനം കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി ആക്കലില്ല, കാരണം നമുക്ക് എപ്പോഴും ഒരേ തരം ഫുഡ് കഴിച്ചാൽ എന്തായാലും ബോറടിക്കും. നമുക്ക് വീക്ക്ലി വൺസൊക്കെ ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ടീ ടൈമാണ്. അപ്പോൾ എൻ്റെ മോൻ്റെയും ഫേവറേറ്റ് ടൈമാണ് ഈ ടീ ടൈം, കാരണം ബിസ്ക്കറ്റ്സ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിത് അവൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആക്ച്വലി കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ്. അതായത് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇല്ലേ, ആ വീഡിയോ അപ്ലോഡ് ചെയ്ത പാടെ ഞാനൊന്ന് കണ്ടു നോക്കിയാണ് കേട്ടോ. കാരണം അതിൻ്റെ എന്തെങ്കിലും വേറെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. 2-3 ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലാണ് വരുന്നതെന്നുള്ളത്. നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ, വീഡിയോ സെറ്റിങ്സിലെ. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ ഫീച്ചറാണ്. അതിപ്പോൾ എൻ്റെ വീഡിയോസിലല്ല, നിങ്ങൾ കുറേ ആൾക്കാർ വീഡിയോസിൽ ഇങ്ങനെ കാണും പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പം ഇംഗ്ലീഷിൽ വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളം അറിയാത്തവർക്കൊക്കെ നല്ല സുഖമാണ് നമ്മളെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറേ പ്രോഡക്റ്റ്സ് നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏത് നാട്ടിലേക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമില്ല കേട്ടോ. പിന്നെ 2-3 ആൾക്കാർക്കാണ് അയക്കുന്നത്. വയനാട്ടിൽ നിന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്, എറണാകുളത്തു നിന്നുണ്ട്, അതുപോലെ തന്നെ മലപ്പുറത്തു നിന്നുണ്ട് കേട്ടോ, തിരൂരിലേക്കുണ്ട്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പം അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രതീക്ഷിക്കാതെ നമ്മളിങ്ങനെ എൻഡപ്പ് ആയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഡാന്യൂബ് ഹോമിൻ്റെ ഒരു വോക്ക് പാനാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, എസ്പെഷ്യലി കളറ് ഇപ്പം ട്രെൻഡിങ്ങിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ സെറ്റ് വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല, കാരണം ഈ ഒരു പാക്കിങ്ങിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് 32 സെൻറ്റിമീറ്ററാണ് ഇത് സൈസ് വരുന്നത്. നല്ല ഹെവി ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ കളറാട്ടോ മെയിനായിട്ട്. അപ്പം ഈ ഒരു കളർ ഇപ്പം കുറേ കുക്ക് വെച്ചിട്ടൊക്കെ കാണുന്നുണ്ട്, നല്ലൊരു ട്രെൻഡിങ്ങിലാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആക്ച്വലി കോട്ടക്കൽ ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗ്രൂപ്പിൽ ചോദിച്ചു എന്തായാലും നമ്മൾ മലപ്പുറം സൈഡൊക്കെ അയക്കുന്നില്ല, അപ്പോൾ വേറെ ആർക്കോ വേണമെന്ന് വെച്ചപ്പോൾ അങ്ങനെ തിരൂരിൽ ഒരാൾക്കും വേറൊരു സ്ഥലത്ത് ഒരാൾക്കും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം കോട്ടക്കലിൽ അയക്കുന്ന ആൾ പറഞ്ഞു നമുക്ക് അവർ വർക്ക് ചെയ്യുന്നത് എറണാകുളമാണ്, അപ്പോൾ ആ ഒരു അഡ്രസ്സിലേക്ക് അയക്കട്ടെ. അങ്ങനെ ഗ്രൂപ്പിൽ എറണാകുളത്തേക്ക് ആരെങ്കിലും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എറണാകുളത്തിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കായിരുന്നു വയനാട്ടിൽ ഒരാൾ എന്നോട് ചോദിച്ചു എനിക്ക് എടുത്തുതരാൻ പറ്റുമോ, എൻ്റെ പ്രോഡക്റ്റ്സൊക്കെ കൺഫേം ആണ്, എനിക്ക് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പ്രോഡക്റ്റ്സ്. അവർക്ക് നല്ല ഐഡിയാസ് ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റാണ് വേണ്ട എന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്കും എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരാൾ കോഴിക്കോട് കുറ്റിയാടിയിൽ നിന്നുള്ള ഒരാൾ എടുത്തുതരുമെന്ന് വെച്ചിട്ട് അങ്ങനെ പുള്ളിയുടെ എടുത്ത്. അപ്പം മുമ്പേ എന്നോട് ഒരു കോഴിക്കോട് എന്നുള്ള ഒരാൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും കോഴിക്കോടൊക്കെ ഉണ്ടെങ്കിൽ പറയണം അവർ പ്രൊഡക്റ്റ് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരതും എടുത്തു കേട്ടോ. അപ്പം പക്ഷേ ഇത് വലിയൊരു മിസ്റ്റേക്കായിപ്പോയി, മാനേജ് ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. നമുക്ക് സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഇനി അതായിരിക്കും ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ അറ്റ് എ ടൈം മാക്സിമം 2 ആൾക്കാരെ എടുക്കാറുള്ളൂ. പക്ഷേ ഇത് പ്രതീക്ഷിക്കാതെയാണ് നമ്മളിങ്ങനെ എൻഡപ്പ് ആയത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ലാതെ അൽഹംദുലില്ലാ നമുക്കിത് പെട്ടെന്ന് തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. നെക്സ്റ്റ് ഇതാ ക്യൂട്ട് ബോൾസാണ്.
ഹോം ബോക്സിൻ്റെ ഇതിന് എന്താ മേക്കിംഗ് ഡിഷോ അങ്ങനെയാട്ടോ കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. പിന്നെ ഇത് നമ്മൾ എടുത്തു കൊടുത്തത് ഒരു വയനാട്ടിലെ ഒരാൾക്കാട്ടോ. അപ്പോൾ അവർ ആക്ച്വലി രണ്ടാൾക്ക് വേണ്ടിയിട്ട് ആണ് അവർ പർച്ചേസ് ചെയ്യുന്നത്, അവരുടെ ബ്രദറിൻ്റെ വൈഫിനും അവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മാക്സിമം നമുക്ക് 5 എണ്ണേ ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു. ഷിപ്പിംഗ് ടീം വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ എല്ലാം ഒരുപോലെയായിരുന്നു അവർ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ. നെക്സ്റ്റ് ഇതാ ഹോം ബോക്സിലെ വേറൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇത് ആക്ച്വലി ഒരു കൊലാൻഡറാണ്. നമുക്കിത് നമ്മുടെ സിങ്കിൻ്റെ അടുത്തൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കൊലാൻഡറാണ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്താണെന്ന് കറക്റ്റ് ഞാൻ ഫോട്ടോസിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്കിങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണമെങ്കിൽ മീറ്റോ എന്തോ നമുക്ക് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൊലാൻഡറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതാ ഒരു സ്പെഗറ്റി ലാഡിലാണ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. നമ്മളിങ്ങനെ സ്പെഗറ്റി അല്ലെങ്കിൽ മക്രോണി പാസ്ത ഒക്കെ ആക്കുമ്പം നമുക്കത് കോരാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഇതൊക്കെ ഹോം ബോക്സിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഫുൾ സെറ്റ് വരുന്നുണ്ട് ആ ഒരു തീമിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ഇതാ സൂപ്പ് ലാഡിലാണ്. ഒരു കൊലാൻഡർ, സൂപ്പ് ലാഡിൽ കം കൊലാൻഡർ എന്ന് പറഞ്ഞൊരു ഐറ്റം കേട്ടോ. ഇതിൻ്റെ യൂസസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിങ്ങനെ റൈസ് കോരുമ്പോൾ അല്ലെങ്കിൽ സൂപ്പ് ഇതിനൊക്കെ നമുക്ക് ഒന്നെങ്കിൽ സ്ട്രെയിൻ ചെയ്യണമെങ്കിൽ സ്ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പം ഇതും ഈ സെയിം കളക്ഷൻ കേട്ടോ വരുന്നത്. ഒരു ഗ്രേറ്ററാട്ടോ, എക്കോ ഗ്രിപ്പ് ഗ്രേറ്ററാണ്. അപ്പോൾ ഇതാ ഹോം ബോക്സിൻ്റെ ഫുൾ കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്കൗട്ട് ചെയ്തോ, ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക. നെക്സ്റ്റ് ഇതാ ഡ്രോയർ ഓർഗനൈസർ ആട്ടോ. ഹണികോം ഡിസൈനിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇത് ഫിറ്റ് ചെയ്യേണ്ടതാട്ടോ. പക്ഷേ നല്ല യൂസ്ഫുള്ളാണ്. നമുക്കിപ്പം സോക്സോ അല്ലെങ്കിൽ അണ്ടർവെയർസോ എന്തെങ്കിലും നമുക്കത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്രിയേറ്റീവായിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു സ്റ്റൈലിൽ നമുക്കിത് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതും ഹോം ബോക്സിൻ്റെ പ്രൊഡക്റ്റാണ്. അറൗണ്ട് ഒരു 3 പീസസാണ് ഇത് പർച്ചേസ് ചെയ്തത് കേട്ടോ. സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോഴും എനിക്ക് വരുന്ന ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പം റേറ്റ് കൂടുന്നതെന്ന് കേട്ടോ. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഒന്നെങ്കിൽ 100 ദിർഹംസിന് താഴെയായിരിക്കും. അപ്പം ഈ ഒരു 30 ദിർഹംസ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് ആഡ് ആവുന്ന കേട്ടോ. ഇതായിരിക്കാം ഒരു റീസൺ. വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ഉള്ളിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് പർച്ചേസിൽ അറൗണ്ട് വേണമെങ്കിൽ ഒരു 300-400 ഒക്കെ ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓഫർ ഡിസ്കൗണ്ട് ലിമിറ്റ് ഉണ്ട് കേട്ടോ ട്രെൻഡ് ഉള്ളിൽ. ഇപ്പം നമ്മളിപ്പോൾ 200 ദിർഹംസിൻ്റെ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മേ ബി നമുക്കതൊരു 50 ദിർഹംസിനോ അല്ലെങ്കിൽ ഒരു 100 ദിർഹംസിനോ അങ്ങനെ മാക്സിമം കിട്ടും. പക്ഷെ നമ്മളത് 300-ൻ്റെയോ 400-ൻ്റെയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ പ്രൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടും. അപ്പോൾ ഇതായിരിക്കാം രണ്ടാമത്തെ കാരണം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡുകളിലെ പ്രൈസസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേക്കും, അതായത് മാറിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് കാണുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സെല്ലർ വേണമെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും നിങ്ങളെ കാർട്ടിലെ പ്രൈസ് കൂടാനുള്ള മൂന്നാമത്തെ കാരണം. പിന്നെ നാലാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആയിരിക്കും. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടുള്ളൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ യൂഷ്വലി ഞാൻ കാർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാനാണ് പറയാറ്. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യം എന്താണെന്ന് പിടികിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഓവനിലും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ബോക്സിൻ്റെ പ്രൊഡക്റ്റാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതിന് ഇവരെ എടുത്തതെല്ലാം 2 എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ബ്രദറിൻ്റെ വൈഫിനും കൂടി ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കൂടി ഒന്നിച്ച് ചെയ്ത പർച്ചേസാണ്. അപ്പോൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പം നല്ല സുഖമാണ്. നമുക്ക് 30 kg പെട്ടെന്നാവും. അപ്പോൾ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആട്ടോ ഇങ്ങനെ പർച്ചേസ് ചെയ്യൽ. നെക്സ്റ്റ് ഇതാ ഈ ഒരു പ്രോഡക്റ്റ് 16 ദിർഹംസിനാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഒരു പ്രോഡക്റ്റ് ഇവർക്ക് 16 ദിർഹംസിനാട്ടോ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് പർച്ചേസിൽ ഇതിൻ്റെ കൂടെ ഒരു കുക്ക് വെയർ സെറ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ലൊരു ഓഫറിലായിരുന്നു കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ആ പ്രൈസ് അഡ്ജസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് 16 ദിർഹംസ് ആയത് കേട്ടോ.
ഇത് ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റാട്ടോ. ഈ ഒറ്റൊരു സെറ്റിൽ തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഏകദേശം നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ ഒറ്റൊരു സെറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇത് സിലിക്കോൺ ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുക്ക് വെയർ സെറ്റിനൊക്കെ സേഫാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വരില്ല. നിങ്ങളെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുക്ക് വെയർ സെറ്റ് നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഇതിൻ്റെ ഹോൾഡർ. നമുക്ക് വേണമെങ്കിൽ ഈ ഹോൾഡറിലിടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബോട്ടിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ടും ഈ സാധനം നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടൊന്നും കാണിച്ചിട്ടില്ല, കാരണം ഇതെനിക്ക് തിരിച്ച് ഒരു ബോക്സിലേക്ക് തന്നെ ഇടേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ മിൻറ്റ് ഗ്രീന് പിങ്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഞാൻ ഒരാൾക്ക് മിൻറ്റ് ഗ്രീന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം എല്ലാ മോഡൽ സ്പൂൺ സെറ്റും ഇതിൽ കിട്ടുന്നുണ്ട്. അറൗണ്ട് 19 പീസസാണ് ഇത് ടോട്ടൽ വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു കട്ടിംഗ് ബോർഡും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ക്വൈറ്റ് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഇതാ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ലോ പ്രഷർ കുക്കറാട്ടോ. അപ്പം നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് റൈസൊക്കെ കുക്ക് ചെയ്യാൻ, എന്തും കുക്ക് ചെയ്യാൻ, ലോ പ്രഷറിൽ കുക്ക് ചെയ്യേണ്ട ഫുഡിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ്. നിങ്ങൾ കണ്ടില്ലേ, നല്ല സ്റ്റൈലിഷുമാണ്, ഒരു മോഡേൺ ഡിസൈനാട്ടോ. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, യൂസും നല്ലതാട്ടോ. നമുക്ക് റൈസൊക്കെ ഇത്തിരി പ്രഷറൊക്കെ കൊടുത്ത് കുക്ക് ചെയ്യേണ്ട എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വെരി സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി കേട്ടോ, അത്രേ ഉള്ളൂ. ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ടൊന്ന് എടുത്ത് നോക്കി. നല്ല പ്രോപ്പറായിട്ട് തന്നെ ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പിക്ചേഴ്സിലൊരു ബേജ് ഷെയ്ഡാണെങ്കിലും ഇത് ഗ്രേ ആണ് കേട്ടോ. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്, എനിക്കിഷ്ടമായി. നെക്സ്റ്റ് ഇത് ഞാൻ അറിയാതെ എടുത്തോയതാണ്. ലാസ്റ്റ് വീഡിയോയിൽ ആ പ്രോഡക്റ്റ് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പിന്നെ നമ്മൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തൊരു വേറൊരു പ്രൊഡക്റ്റാണ്. സ്പാച്ചുലാസാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സ്പാച്ചുലേഴ്സാണ്. അപ്പോൾ ഇത് 4 ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നവരില്ലേ, അവരുടെ ഫാമിലിയിലെ വേറെ മെമ്പേഴ്സിനും കൂടി ആയിട്ടാണ് അവരിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈന് നല്ല മോഡേൺ ഡിസൈനാണ്. ഇപ്പം സ്പാച്ചുലയിൽ എന്തൊക്കെയോ ഡിസൈനായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ സ്മോൾ സ്പാച്ചുലാസാണ് 4 അവരെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ടർക്കിഷ് ബ്രാൻഡായ കറാച്ചിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റും അല്ലെങ്കിൽ ഡിന്നർ സെറ്റായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര ടൈറ്റ് പാക്കിങ്ങിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പണി വിട്ടുപോയി. പക്ഷേ അത് നോക്കാതെ നമ്മൾ പാക്ക് ചെയ്യലും ഒരു ബുദ്ധിമുട്ടല്ല. എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്നും അറിയാനും കഴിയില്ല. അതുകൊണ്ട് ജസ്റ്റ് 2-3 ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത്രയും ടൈറ്റ് പാക്കിങ്ങിലായിരുന്നു ഇത് ഉണ്ടായത്. അപ്പോൾ നല്ലൊരു മോഡേൺ ഡിസൈനാട്ടോ ഇത് വരുന്നത്. പിന്നെ ഫുള്ളായിട്ട് എനിക്കത് ഓപ്പൺ ചെയ്യാതെ വെക്കാനും ഒരു മടിയാണ്, കാരണം എന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ അത്രയും ടൈറ്റ് പാക്കിംഗ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി കേട്ടോ. അതിൻ്റെ കുറച്ച് ഡിസൈൻസ് നോക്കി മോഡേൺ ആയിട്ടുള്ള സിമ്പിൾ പ്ലെയിൻ വൈറ്റിന് ജസ്റ്റ് ഒരു ഗോൾഡ് ബോർഡറിങ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ്. നല്ല ഇഷ്ടമായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ നെക്സ്റ്റ് ഞാനത് ഓപ്പൺ ആക്കിയിട്ടില്ല, കാരണം അത് ബോക്സിൽ നിന്ന് എടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ സെയിം സ്റ്റൈലായ ഒരു പാക്കിങ്ങിൽ തന്നെ അങ്ങോട്ടേക്ക് അത് വെച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഈ അടുത്തായിട്ട് വന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണ്ടാക്ട് ചെയ്ത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൻ്റെ ലിങ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര ഈസിയാണ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ലിങ്കിൽ പ്രസ് ചെയ്താൽ മതി, ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെയായിരുന്നു ഞാൻ കൊടുത്തത്. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല, അത് എക്സ്പയർ ആവുന്ന ലിങ്കാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ, വാട്സാപ്പ് മെസ്സേജ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്ന ബാംബൂൻ്റെ ബൗൾ സെറ്റാണ്, 3 പീസസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റും ഇവർ നല്ല ആഗ്രഹിച്ചിട്ടാട്ടോ വാങ്ങിയത്. അപ്പോൾ ഇത് 2 ഉണ്ടായിരുന്നു. 2 ഓപ്പൺ ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ 2 ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ. നെക്സ്റ്റ് കുറേ നാളായിട്ട് ഫോട്ടോയിൽ മാത്രം കണ്ടൊരു പ്രൊഡക്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാട്ടോ. അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇത് ടർക്കിഷ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ്. ഇതിൻ്റെ ഡിസൈന് അടിപൊളിയാണ്. ഒരു ഗ്രീൻ ഷെയ്ഡിലാട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ഞാൻ നല്ല വെയിറ്റ് ഉണ്ടാവും എന്നാട്ടോ വിചാരിച്ചത്, പക്ഷേ അത്ര വെയിറ്റൊന്നുമില്ല. നമുക്ക് ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ പുള്ളി ആദ്യം ലാവൻഡറിൻ്റെ ഡിസൈൻ ഉള്ളതായിരുന്നു ചൂസ് ചെയ്തത്.
പുള്ളി ആദ്യം അത് ഓർഡർ ചെയ്തത് ക്യാഷ് ഓൺ ഡെലിവറി വെച്ചായിരുന്നു. പക്ഷേ പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയിട്ടില്ല. ക്യാഷ് കൊടുക്കേണ്ടൊന്നും വന്നിട്ടില്ല. പ്രോഡക്റ്റ് എന്തോ ഡിഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ലൊരു ഓഫർ പ്രൈസിലായിരുന്നു ആ പ്രോഡക്റ്റ് ഫസ്റ്റ് പർച്ചേസിൽ കിട്ടിയിട്ടുണ്ടായത്. പക്ഷേ തിരിച്ചവർ കൊണ്ടുപോയിട്ടോ. പിന്നെ രണ്ടാമത് കൊടുത്തൊരു സെറ്റാട്ടോ ഇത്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടം ഈ പ്ലാറ്റേഴ്സ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാറ്റേഴ്സ്, സൈഡ് പ്ലാറ്റേഴ്സ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ട്രെൻഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റാണ്, പിന്നെ ഇത് വെയ്റ്റ്ലെസ് ആണ് എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി പ്രോഡക്റ്റ്സൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മറക്കാതെ കാണാം കേട്ടോ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, IMS എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ ഗ്രൂപ്പിലില്ലെങ്കിൽ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കയറാം കേട്ടോ. ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയും കൂടി ആഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇനിയും കാണിക്കാനുണ്ട്, ഒരുപാട് അൺബോക്സിങ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. പിന്നെ 11.11 സെയിൽ മറക്കണ്ട. അപ്പോൾ ട്രെൻഡ്യോളിൽ അടിപൊളി സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ.